കോൺഗ്രസ് നേതാവ് ഷാഫി പറമ്പിലിനെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ച CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിനെതിരെ പോലീസിൽ പരാതി. കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി പ്രമോദാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. എന്നാൽ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് CPM ജില്ലാ സെക്രട്ടറി പറയുന്നുണ്ട്. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞതാണ് കാര്യങ്ങൾ മുഴുവൻ. എനിക്കിന്ന് പുതിയതായിട്ടൊരു കാര്യം പറയാനില്ല. ഇന്നലെ പറഞ്ഞതിൽ നിന്ന് മാറ്റി പറയാനുമില്ല. ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ നിലനിൽക്കുന്നുണ്ട്. ഇനി കോൺഗ്രസ്സുകാർക്ക് പരാതി കൊടുക്കുകയോ നിയമപരമായി മുന്നോട്ട് പോവുകയോ ഒക്കെ ചെയ്യാം. പക്ഷെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അനാവശ്യമായി കോലിട്ടിളക്കാൻ വന്നാൽ ഇതിന്റെ പ്രത്യാഘാതം അനുഭവിക്കുന്നത് ആരായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. കോൺഗ്രസ് അകത്ത് ഷാഫിനെ വീഴ്ത്തണം പറഞ്ഞ് നടക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ, അവർ ചിലപ്പോൾ പരാതിയായിട്ട് പോകും. കാരണം ഷാഫി വീണ് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ. അപ്പോൾ അനാവശ്യമായി കോലിട്ടിളക്കാൻ വന്നാൽ അതിന്റെ പ്രത്യാഘാതം നല്ല പ്രയാസമായിരിക്കും. ഇതിന് തെളിവുണ്ടാകുമെന്ന് CPM നേതാവ് AK ബാലൻ പറയുന്നുണ്ട്. കോൺഗ്രസിന്റെ ജീർണത മറനീക്കി പുറത്തുവരുന്നതായി CPM നേതാവ് NN കൃഷ്ണദാസ് ആരോപിക്കുന്നു. കോൺഗ്രസ് പാർട്ടി നമ്മുടെ നാട്ടിൽ അതീവ ഗുരുതരമായ ജീർണാവസ്ഥയിൽപ്പെട്ടിരിക്കുന്നു. ആ ജീർണാവസ്ഥയുടെ രൂപമായി ഓരോന്നോരോന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടിയാണ് അതിന് മറുപടി പറയേണ്ടത്, ഞങ്ങളോടല്ല ചോദിക്കേണ്ടത്. എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, കോൺഗ്രസ് പാർട്ടി ഇങ്ങനെ ജീർണിച്ചു പോകാൻ കാരണം എന്നുള്ളത് കോൺഗ്രസ് പാർട്ടി പറയട്ടെ. വിവരങ്ങളുമായി അരുൺ ആലത്തൂര് ചേരുന്നുണ്ട്. അരുൺ, കടുത്ത വെല്ലുവിളിയാണ്. അനാവശ്യമായി കോലിട്ടിളക്കാനാണെങ്കിൽ പലതും പുറത്തു വരും, രൂക്ഷമായ രീതിയിലുള്ള പ്രത്യാഘാതം നേരിടേണ്ടി വരും. വലിയ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതായത് എന്തോ തെളിവ് ഇവരുടെ പക്കലുണ്ട് എന്ന് തന്നെയാണ് CPM പറഞ്ഞു വെക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? രാഖി, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. ഇന്നലെയാണ് CPM-ന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയായ EN സുരേഷ് ബാബു ഷാഫി പറമ്പിലിനെതിരെ അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചത്. അതായത് ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ബാംഗ്ലൂരിലേക്ക് ട്രിപ്പ് വിളിക്കുന്ന വ്യക്തിയാണ് ഷാഫി പറമ്പിൽ. ഒപ്പം ഷാഫി പറമ്പിൽ സ്ത്രീ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഹെഡ്മാഷാണ് തുടങ്ങിയ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. ഏതായാലും ഈ ആരോപണങ്ങൾ വന്നതിന് പിന്നാലെ ഷാഫിയും ഇന്നലെ പ്രതികരിക്കുകയുണ്ടായി. അതിൽ താൻ പരാതിയുമായിട്ട് മുന്നോട്ട് പോകും, തനിക്കെതിരെ നടത്തിയത് ആരോപണമല്ല അധിക്ഷേപമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഷാഫി രംഗത്തെത്തിയത്. അതിനുശേഷം വീണ്ടും സുരേഷ് ബാബു താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള കാര്യവും വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ഇന്നലെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഈ ഷാഫി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചില പ്രതിഷേധങ്ങൾ നടത്തുകയും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റായ ഒരു സതീഷ് എന്ന വ്യക്തി ഈ വിഷയത്തിൽ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട് എന്നുള്ളതാണ്. അതേസമയം തന്നെ ഈ വിഷയത്തിൽ നിലവിലെ കോൺഗ്രസ് നേരിടുന്ന ഒരു പ്രതിസന്ധി എന്നുള്ളത് CPM പരസ്യമായിട്ട് ഇതിനെ വെല്ലുവിളിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി പരസ്യമായിട്ടാണ് ഈ വിഷയത്തിൽ ഒരു വെല്ലുവിളിയുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. തെളിവുകളും മറ്റുമൊക്കെ CPM ജില്ലാ സെക്രട്ടറി തൻ്റെ പക്കൽ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഏതായാലും അത് സ്വിച്ച് ചെയ്യാൻ അല്ലെങ്കിൽ ആ വിഷയത്തിലേക്ക് കൂടുതൽ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് പാലക്കാട്ടെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങൾ ഫോക്കസ് ചെയ്യാനാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നത്. അഥവാ ഇനി ഏതെങ്കിലും തരത്തിൽ കോലിട്ട് കുത്തുകയാണെങ്കിൽ കൂടുതൽ തെളിവുകളും മറ്റു കാര്യങ്ങളൊക്കെ പുറത്തുവിടാൻ തങ്ങൾ നിർബന്ധിതരാവും. അങ്ങനെ വരുമ്പോൾ അത് ആർക്കാണ് ക്ഷീണം ചെയ്യുക എന്നുള്ളത് ഈ പരാതി നൽകുന്നവർ തന്നെ ആലോചിച്ചാൽ മതി എന്നുള്ളതാണ് CPM-ന്റെ ജില്ലാ സെക്രട്ടറിയായ EN സുരേഷ് ബാബു പറയുന്നത്. മാത്രമല്ല മറ്റൊരു കാര്യമായി സുരേഷ് ബാബു പറയുന്നത്, കോൺഗ്രസിനകത്ത് ഷാഫി വീണ് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ പലരുമുണ്ട്. അവരും ഏതായാലും പലതരത്തിലുള്ള പ്രകോപനവുമായിട്ട് രംഗത്ത് വരുന്നുണ്ട്. ഏതായാലും തങ്ങളുടെ പക്കൽ കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളുമുണ്ട്. വെറുതെ ഒരു ആരോപണം ഷാഫി പറമ്പിലിനെതിരെ ഉന്നയിച്ചതല്ല, അതിൻ്റെ കൃത്യമായ തെളിവുകളും മറ്റുമുണ്ട്. ആ തെളിവുകൾ സമയമാവുമ്പോൾ പുറത്തുവിടാം. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം കോൺഗ്രസ് സൃഷ്ടിച്ചാൽ അത് ഉടൻ തന്നെ പുറത്തുവിടുന്നതിലേക്ക് കാര്യങ്ങൾ. അതുപോലെ തന്നെ സുരേഷ് ബാബുവിനെതിരായ പരാതി, ഈ പരാതി ഇന്നലെയാണ് എത്തിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും നടപടി പോലീസ് ഇത് സംബന്ധിച്ച് ആരംഭിച്ചിട്ടുണ്ടോ? എന്താണ് പോലീസ് ഈ വിഷയത്തിൽ പറയുന്നത്? നിലവിൽ പോലീസ് ഈ വിഷയത്തിൽ നടപടികളിലേക്കൊന്നും കടന്നിട്ടില്ല. മാത്രമല്ല നമുക്കറിയാം, ഒരു ബ്ലോക്ക് കോൺഗ്രസിൻ്റെ വ്യക്തിയാണ് ഇത്തരത്തിൽ പരാതി നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരു ഡിഫമേഷൻ കേസിലും മറ്റുമൊക്കെ ഇത്തരം ഒരു പരാതി നിലനിൽക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും അവരുടെ ഓരോ നേതാക്കൾക്കെതിരെ നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണ പരാതികൾ, അതിൻ്റെ ഓഡിയോ സന്ദേശങ്ങൾ, ഇതൊക്കെ അവരെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ CPM-ന്റെ ഭാഗത്ത് നിന്നും ആരോപണം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അതിലേതെങ്കിലും തരത്തിലുള്ള തെളിവുകളോ മറ്റോ ഒക്കെ ഇനി പുറത്തു വരുമോ എന്നുള്ളത് അവർ
സ്വാഭാവികമായിട്ടും ഭയക്കുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഈ വിഷയം ഇനി കൂടുതൽ ഏറ്റെടുക്കാൻ മറ്റ് നടപടികളിലേക്ക് കടക്കുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. അഥവാ കോൺഗ്രസ് ഏതെങ്കിലും തരത്തിൽ വെല്ലുവിളിച്ച് ഇതിനെതിരെ ഷാഫി പറമ്പിൽ ഈ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയായ EN സുരേഷ് ബാബുവിനെതിരെ ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതിന് ഈ ഷാഫിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലെ കൂടുതൽ തെളിവുകളുമായി രംഗത്തെത്തുമെന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഭീഷണി തന്നെയാണ് CPM ഉയർത്തിയിരിക്കുന്നത്. ഏതായാലും CPM തെളിവുകൾ പുറത്തുവിടുമെന്ന് ഒരു വശത്ത് പറയുന്നു, അതേസമയം തന്നെ തനിക്കെതിരെ തെറ്റായ കാര്യങ്ങളാണ് പറയുന്നതെന്ന് ഷാഫിയും പറയുന്നു. ഈ വിഷയത്തിൽ ഏത് തരത്തിലായിരിക്കും ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളത്, ഷാഫി ഈ വിഷയത്തിൽ എന്തായിരിക്കും, ഏത് തരത്തിലുള്ള നിലപാടായിരിക്കും സ്വീകരിക്കുക, ഒപ്പം തന്നെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഷാഫി പറമ്പിലിനെതിരായ ലൈംഗിക ആരോപണം ഉന്നയിച്ച CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിനെതിരെ പോലീസിൽ പരാതി എത്തിയിരിക്കുകയാണ്. കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി പ്രമോദാണ് പരാതിക്കാരൻ. ജില്ലാ പോലീസ് മേധാവിക്ക് ഇത് സംബന്ധിച്ച പരാതി നൽകിയിട്ടുണ്ട്. എന്നാലും ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് എന്ന നിലപാടിലാണ് CPM ജില്ലാ സെക്രട്ടറി. അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോഴും പറഞ്ഞത് തന്റെ പക്കൽ തെളിവുകളുണ്ട്, അനാവശ്യമായി കോലിട്ട് ഇളക്കാനാണെങ്കിൽ പല തെളിവുകളും പുറത്തു വരുമെന്ന വെല്ലുവിളി ഉയർത്തുന്നുമുണ്ട്. എന്തായാലും ഇനി ഈ കോൺഗ്രസ് എങ്ങനെയാണ് ഈ വിഷയം ഏറ്റെടുക്കുമോ അതല്ല എല്ലാം കെട്ടടങ്ങട്ടെ എന്ന് കരുതുമോ എന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും. വിവരങ്ങളുമായി അരുൺ ആലത്തൂരാണ് നമുക്കൊപ്പം ചേർന്നത്.